ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. മോളെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കയറിയേക്കാണ്. കാരണം ഇന്നലെ ഞാൻ വരുന്ന പറഞ്ഞിട്ട് അമ്മ ഇവിടെ ചക്കയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ കാരണം ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, വീട്ടിൽ ലോക്കായിപ്പോയി. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കത് കഴിക്കാതിരുന്നപ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോളെ സ്കൂളിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിച്ചിട്ട് ഇനി സ്കൂളിലേക്ക് തന്നെ പോകണം. ഇന്ന് മോളുടെ സ്കൂള് മോണ്ടിസോറിൻ്റെ വെൽക്കം ഡേ ആണ്. അപ്പോൾ ഒരു കുഞ്ഞ് വെൽക്കം ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസിനോട് നേരത്തെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലെത്തിയപ്പം അവിടെ അറ്റൻഡൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഇവിടെ വന്നിട്ട് പോകാൻ, അല്ലെങ്കിൽ ഇന്ന് ഫുൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും. നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് അമ്മമാർ സ്പെഷ്യലായിട്ട്, അപ്പോൾ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രയാസം. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ചക്കയും ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു ഫ്രഷായി മോളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ലേറ്റ് ആവുമെന്നറിയാം. അപ്പോൾ ഇന്ന് ഈ ഒരു സമയം തൊട്ട് ഇനി അങ്ങോട്ടുള്ളത് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഇതാണ് ചക്കയും ചിക്കനുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ടെ കേട്ടോ, സ്കൂളിലെത്തിയിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തൊട്ട് മുന്നിൽ റോഡാണ് കണ്ടോ, ഇവിടെ മതിലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ട് മുന്നിൽ റോഡായതുകൊണ്ട് നല്ല വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും. അപ്പം വേഗം ഞാൻ ഇത് കഴിച്ചിട്ട് പോട്ടെ കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തടി എനിക്കൊരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എപ്പോഴും വരാത്തത് ഫുഡിൻ്റെ കാര്യത്തിലുള്ള കൺട്രോളാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു പോകുന്നൊരു ശീലമുണ്ട്. എന്ത് ആ ഒരു കവറിലിട്ട് കെട്ടിത്തരോ? ജിലേബി വേണ്ട. അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് അമ്മയ്ക്കും ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങി കേട്ടോ. വീഡിയോ എടുക്കാനുള്ള പ്രയാസം കൊണ്ട്, മീൻസ് വണ്ടിയൊക്കെ ഓടിക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്നേക്കുന്നത് മോളുടെ സ്കൂളിലേക്കാണ്. അപ്പോൾ ഇവിടെ ഡാൻസ് ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് അപ്പോൾ തന്നെ പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു, കാരണം പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാനും മിസ്സിനൊന്ന് ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിനി വേഗം സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അവിടെ മീൻസ് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഇനിയും ഡ്രസ്സ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയാണെങ്കിൽ തകർത്ത കളിയിലാണ് കേട്ടോ. ചെയർ ഹൈറ്റിന് മുകളിലുള്ള ചെയറിൽ കയറിയിട്ടിരിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ മിസ് എല്ലാവർക്കും ചെയറൊക്കെ ഇട്ട് കൊടുത്തു. അവിടെ ഇരുന്നു. അവർ പിന്നെ കുറച്ച്, അതായത് 4th പഠിക്കുന്ന പിള്ളേരുടെ ഡാൻസും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടേത് മേക്കപ്പൊക്കെ കഴിയുന്നവരെ ഇവർ വെയിറ്റ് ചെയ്തു. പുറത്ത് നല്ല തകർത്ത മഴയാണ്. ഇപ്പോഴാണ് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയാം. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്തവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് പോയി. ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ മോണ്ടിസോറി സീനിയറിലുള്ള പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വെൽക്കം ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. ിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് തിരിച്ച് യൂണിഫോമിലേക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് മോളെ സ്കൂളിലാക്കി ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ മോളുടെ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നേരത്തെ ഞാൻ ജീൻസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ജിമ്മ്, പക്ഷേ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ വന്ന് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് ഇനി വേഗം ജിമ്മിലേക്ക് പോവാണ്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, കുറച്ച് സമയം കറണ്ട് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ലൈറ്റിങ്ങിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്നിടത്തോളം കവർ ചെയ്യാം. സ്കൂളിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി 11 മണിയാകുമ്പോഴേക്കും ഇനി ജിമ്മിലെത്തണമായിരുന്നു. അപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ജിമ്മ് കഴിഞ്ഞ് വരുന്ന വഴിക്ക്
മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ വന്നിട്ട് കുറച്ച് ഉറങ്ങണം. അപ്പം നമുക്ക് അങ്ങനെ ഞാൻ ജിമ്മെത്തി. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നന്നായിട്ട് നനയുന്നുള്ളത് കൊണ്ട് ഹെൽമെറ്റ് എടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ എത്തിനി ഷൂ ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഉള്ളിൽ കയറി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് എന്താ പറയുക, ലെഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് ലെഗിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. എന്നാലും ഫോട്ടോ നമ്മൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ലല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ജിമ്മിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് മോളുടെ സ്കൂളിലേക്കാണ്. ഇവിടെ വന്നിട്ടൊരു 20 മിനിറ്റ്സൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. ജിമ്മിൽ നിന്ന് ഒറ്റ സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും തിരിച്ചു വരണമെന്ന് കാലിന് നല്ല പെയിൻ ഉള്ളത് കൊണ്ട് പിന്നെ വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കാൻ വേണ്ടി തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ നേരെ സ്കൂളിൽ വന്ന് മോളെ പിക്ക് ചെയ്തു. നേരെ വീട്ടിൽ പോയി ബെഡ് കണ്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നന്നായിട്ട് ടയേർഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അന്ന് ആഫ്റ്റർനൂണിലുള്ള വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. പ്ലസ് വേറൊരു ദിവസത്തെ സെയിം റുട്ടീൻ തന്നെയാണ്. മോളെ സ്കൂളിൽ വിടുക, ജിമ്മിൽ വരിക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ഡേയും സെയിം റുട്ടീനായിട്ട് തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേയിൽ ആഫ്റ്റർനൂണാണ് ഞാൻ കാണിക്കുന്നത്. ആഫ്റ്റർനൂണല്ല, ഈവനിങ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ കഴിഞ്ഞ അതേപോലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ സ്നോ ഫാൻറ്റസിയിൽ വന്നേക്കാണ്, കാലിക്കറ്റിൽ ഹൈലൈറ്റ് മാളിലുള്ള. അപ്പോൾ അവിടെ വന്നിട്ട് മോൾ കുറേ ദിവസമായി പറയുന്നു, മീൻസ് നമ്മളുടെ ആ ഒരു സ്നോൻ്റെ ടൈമിനൊക്കെ കാശ്മീർ പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലായി. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വെക്കേഷൻ കഴിയാറാകുമ്പോഴേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കാണ് നേരത്തെ കാലത്തെ മഴ വന്നതുകൊണ്ട് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നുള്ള പ്ലാനും അങ്ങ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഈ വെക്കേഷനിൽ കാര്യമായിട്ട് എവിടെയും ടൂർ കൊണ്ടുപോയിട്ടില്ല. നമ്മളൊന്ന് ഗോവയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അവൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിക്ക് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സ്നോ ഫാൻറ്റസി നോക്കി പിടിച്ചേക്കുവാണ്. എന്തായാലും വരണം എന്നുള്ളത് ഭയങ്കര ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ആൾക്ക് അത് ഭയങ്കര മൈൻഡിൽ ഫിക്സ്ഡ് ആയിരുന്നു. സോ ഞങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഇന്നാണ് സ്നോ ഫാൻറ്റസിയിൽ വരാനുള്ള ആ ഒരു ടൈം ആയിട്ടുള്ളത്. 470 rupees ആയിരുന്നു കിഡ്സിൻ്റെ ടിക്കറ്റ് ചാർജ്. അഡൽറ്റിന് വന്നിട്ട് 530. അങ്ങനെ നമ്മൾ 4 പേരുണ്ടായിരുന്നു. എൻ്റെ കസിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കസിനെ കൂട്ടിയപ്പോൾ മോള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൾക്ക് ഒരുപാട് കളിക്കാൻ വേണ്ടിയിട്ട് ആളായി. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്ക് എൻ്ററായി. ഇവിടെ ടൈം വന്നിട്ട് 1 hour എങ്ങാൻ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ എങ്ങനെയൊക്കെയോ ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് പുറത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ തണുപ്പ് കാരണം നിൽക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല കേട്ടോ. ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തണുപ്പ് കുറച്ച് പ്രശ്നമുള്ള കൂട്ടത്തിലേക്കാണ് ഒരുപാട്. എനിക്ക് നന്നായിട്ട് തണുപ്പായിട്ടുണ്ടെങ്കിൽ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ഹാർഡാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഉള്ളിൽ കയറി ഫസ്റ്റൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിയുക അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ബൂട്ടിനടിയിൽ കൂടിയൊക്കെ തണുപ്പ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോക്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറ്റാവാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ പിടിച്ചു നിന്ന്. പിന്നെ മുകളിൽ എന്താ പറയുക, ഒരു കോഫി ഷോപ്പ് കഫറ്റീരിയ പോലെ ഉണ്ട്. പക്ഷെ അത് ഓപ്പണിംഗ് ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ അന്ന് ക്ലോസ് ആയതാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൂട് ചായയൊക്കെ കിട്ടിയാൽ കുടിക്കുക എന്നുള്ളൊരു ആവേശത്തിലൊക്കെയാണ് കേട്ടോ. പിന്നെ സ്നോഫോൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കുറച്ച് ഈ ഇതിൻ്റെ ക്യാപ്പൊക്കെ താത്തിയിട്ട് വീഡിയോ എടുത്തെങ്കിലും നന്നായിട്ട് തണുപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഈ ഒരു സംഭവം അത് മോള് കുറേ വലിച്ചു. പക്ഷേ ഇത് കുറച്ച് വലിക്കുക എന്നുള്ളത് മഞ്ഞ് ഈസിയായിട്ട് പോരുന്നുണ്ടെങ്കിലും ആ ഒരു കയറിൻ്റെ അറ്റത്ത് പിടിക്കുമ്പം അത് തണുത്ത് മരവിച്ചിരിക്കുകയാണ്. അപ്പം ഞാനത് എൻ്റെ കൈ കൊണ്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് നല്ല മരവിച്ച പോലെ തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇത് വിട്ടിട്ട് ടച്ച് ആവുന്നുണ്ടായിരുന്നില്ല ഫോണിൻ്റെ സ്ക്രീന്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഊരിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അത് ഓർക്കാതെയാണ് ഞാൻ ഈ ഒരു കയറ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. കയറ് നല്ലപോലെ തണുത്തിരിക്കുകയായതുകൊണ്ട് കുറച്ച് വലിച്ചപ്പോഴേക്കും എനിക്ക് കൈ കുറച്ച് എന്താ പറയുക സീനായി. പിന്നെ ഞാനത് അവിടെ ഇട്ടു. പിന്നെ നമുക്കവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട്. പെർ ഫോട്ടോ 50 അവർ ഫോട്ടോ എടുത്ത് തരും. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഒരുമാതിരിപ്പെട്ട് തണുപ്പൊക്കെ സഹിച്ച് ഒരുപാട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് വേഗം പുറത്തിറങ്ങി. അപ്പോഴേക്കും മൂക്കൊക്കെ നന്നായിട്ട് മരവിച്ച്, മൂക്കിനാണ് മെയിനായിട്ട് പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം
ഞാൻ മൂക്ക് പറയുമ്പോൾ എല്ലാവരും മൂക്കിനിട്ടാണ് തടവിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ വന്ന ബൂട്ട്സും എന്താ പറയുക നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അഴിച്ച് മാറ്റി എങ്ങനെയെങ്കിലും കുറച്ച് ചൂട് കൊള്ളുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തെത്തിയപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഫോട്ടോസ് എനിക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞങ്ങളത് 4 ഫോട്ടോസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ 4 ഫോട്ടോസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നേരെ വെച്ച് പിടിച്ചത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. വന്നിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ എന്താ പറയുക ഫ്രൈഡ് ചിക്കനും പിന്നെ മന്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് ആ തണുപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു സുഖം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്ക്. പിന്നൊരു 10 o'clock 11 അടുപ്പിച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വേഗം വീട് പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരബദ്ധം പറ്റി, വണ്ടി അത് ഫ്ലോറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്നുള്ളത് നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലോർ മാറി നോക്കിയിട്ടാണ് അവസാനം ഫ്ലോർ കണ്ടുപിടിച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി വെക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മളുടെ വണ്ടി അപ്പുറത്തൊരു വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ബൈ.